നമസ്കാരം. ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. ന്യൂ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ നവഭാരതം. നവഭാരതം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ എന്ത് നവഭാരതം അല്ലെന്ന് ചോദിച്ചാൽ ഇന്നത്തെ നവഭാരതമല്ല. ഇന്നത്തെ ഭാരതം എന്ന് പറഞ്ഞാൽ ഒത്തിരി സർവത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത്. ആ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും, ഇല്ലാത്തൊന്നുമില്ല. പ്രശ്നങ്ങൾ എല്ലാ കാലത്തുമൊക്കെ എല്ലായിടത്തും ഉണ്ടാവും പ്രശ്നം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇന്നിപ്പോൾ ശരിക്കും നമ്മുടെ ഈ രാഷ്ട്രം ഇന്ത്യ എന്ന രാഷ്ട്രം ശരിക്കും ഒരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശാന്തിയും സമാധാനവും ഒന്നുമില്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തല്ലിച്ചാകുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടിയാണ്. വെറുതെ അടിയൊന്നുമല്ല, അടിച്ച് കൊല്ലുക എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ജനാധിപത്യം. അപ്പം അതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതി. ഞാനൊരു വെറ്റിനറി ഡോക്ടറായിരുന്നു. ഞാൻ 2010 റിട്ടയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കങ്ങനെ പല എഴുതണമെന്നൊക്കെ തോന്നി. ജനാധിപത്യത്തെക്കുറിച്ചും നമ്മുടെ പല പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ സാമൂഹ്യ ബോധം ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ എഴുതുന്നത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കി എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ എഴുതി എന്ന് പറഞ്ഞാൽ അത് വലിയ സെയിൽസ് ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ എഴുതിയതിൽ എൻ്റെ ആദ്യത്തെ പുസ്തകമാണ് എനിക്ക് വോട്ടില്ല സന്തോഷം. ആ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജനാധിപത്യമൊന്നും തീരെ മോശമെന്ന് തന്നെ പറയാം. ഇവിടെ ജനാധിപത്യം ഒന്നും പേരുള്ളൂ. ഇവിടെ കുറേ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നല്ലാതെ ഇവിടെ വേറെ വലിയ ജനാധിപത്യമൊന്നുമില്ല. ശരിയല്ലേ? അതെ. ഇവിടെ നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്നാണ് പണ്ട് പോലെ കേൾക്കാറുണ്ട്. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പം ഞാനൊന്ന് ആലോചിക്കും, ഏറ്റവും വലുതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും വലിയ പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഏറ്റവും വലിയ പാട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആളെന്നാണ്. അപ്പോൾ ഏറ്റവും നല്ല ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ജനാധിപത്യം ക്വാളിറ്റി ഓഫ് ഡെമോക്രസിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ അടിയും ബഹളവും കൊലപാതകവും രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള തമ്മിലടിയും വെട്ടിക്കുത്തും ഹർത്താലും ബന്ധും ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട അജണ്ടയും എടുത്താൽ പിന്നെ ഇതെങ്ങനെയാണ് ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് മനസ്സിലായത്. അങ്ങനെയാണ് ജനാധിപത്യം ആയത്. അപ്പം നമ്മുടെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രങ്ങളിലേക്ക് ഏറ്റവും താഴെയാണ് ഇന്ത്യ. ഇവിടെ ഒരു സംശയമില്ല. ഇവിടെ കുറേ ജനങ്ങളെ വിഡ്ഢികളാക്കിയാണ് ഇവിടെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കുറേ നേതാക്കന്മാർ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഒന്നാമത് നേതാക്കന്മാർക്കാണ് ഒരു വിവരമില്ല. ഈ ജനങ്ങളുടെ പുറകെ ഓടാനല്ലാണ്ട് ഈ രാജ്യത്തിൻ്റെ രാജ്യത്ത് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. അറിവില്ല. അത് തന്നെ ഈ ഒരു MLA MP ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയാണ് മന്ത്രിമാരായ രാജ്യം ഭരിക്കേണ്ട ആൾക്കാർ. അവരെന്താ ചെയ്യണേ? അടുത്ത ഇലക്ഷൻ 5 കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ ജയിക്കണമല്ലോ. ഇതിനു വേണ്ടി ഈ ജനങ്ങളുടെ പുറകെ അയാൾ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലും, കല്യാണമാണ് അവിടെ ചെന്ന് ഇത്തിരി ഭക്ഷണം കഴിക്കും, അടുത്ത കല്യാണത്തിന് അവിടെ പോയി ഇത്തിരി ഭക്ഷണം കഴിക്കും. ഇങ്ങനെയാണ് ഇതൊന്നും കല്യാണം വീട്ടിൽ പോകുന്നതൊന്നും ജനങ്ങളുടെ ആവശ്യമൊന്നുമല്ലത്. പക്ഷെ ജനങ്ങൾക്ക് അത് മതി, എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകൾ മതി. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവരെല്ലാവരും ഇങ്ങനെ അടയ്ക്കുകയാണ്. ഇവരുടെ സമയം മുഴുവൻ അനാവശ്യമായിട്ട് പോയി. ഇവർക്ക് പിന്നെ വല്ല മന്ത്രിയൊക്കെ ആകുമ്പോഴാണ് ഇവരെന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. അത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ആ റാങ്കിൽ ഏറ്റവും താഴെ. ക്വാണ്ടിറ്റിയിൽ
നമ്മൾ മുന്നില്ല. 152 കോടി ജനങ്ങളുണ്ട്, അതിനകത്ത് ഒരു 50-60 കോടി ജനങ്ങൾ വോട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഇതിൻ്റെ സംഗ്രഹം മാത്രമേ പറയുന്നുള്ളൂ. എല്ലാം കൂടി പറയാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷനുണ്ട്. അതായത് പൊതുജനം എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ കഴുതകളും ഈ കഴുതകളുടെ കയ്യിൽ നിന്ന് വോട്ട് എങ്ങനെ മേടിച്ചെടുക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് ഇന്ത്യൻ ജനാധിപത്യം. മനസ്സിലായി? പൊതുജനം കഴുതയാണെന്ന് പണ്ടുപോലെ ഇവിടെ പറയാറുണ്ട്. അപ്പം അത് ഇവരുടെ കയ്യിൽ നിന്ന് അതിന് വോട്ട് മേടിച്ചെടുക്കാം. അതാണ് നമ്മുടെ ശരിക്കും അതാണ് ഈ കഴുതകളിൽ നിന്ന് എങ്ങനെ വോട്ട് മേടിച്ചെടുക്കാം എന്നുള്ള മാത്രമുള്ള ചിന്തകൾ രാഷ്ട്രീയക്കാർക്ക്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഒത്തിരി നമ്മുടെ ജനാധിപത്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ജനാധിപത്യത്തിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ട് ജനാധിപത്യം. ഇപ്പം അമേരിക്കയിലൊക്കെ കഴിഞ്ഞോണ്ട് ട്രംപ് തോറ്റു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു മേഡം? വൈസ് പ്രസിഡന്റ് ഈ ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ എണ്ണുന്ന സമയത്ത് വൈസ് പ്രസിഡന്റിനെ സ്വാധീനിച്ചിട്ട് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് ആണെന്നല്ലോ, വൈസ് പ്രസിഡന്റാണ് ഇത് നിശ്ചയിക്കുന്നത്. അയാൾ വിചാരിച്ചാൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വോട്ട് ഡിസ്ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ജനാധിപത്യം എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. എന്നിട്ട് എന്താണ്, തോറ്റു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറേ ആളുകൾ ഇയാളുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാക്കന്മാരെ കൂടി അയാളുടെ ആ ക്യാപിറ്റൽ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പടച്ചു കയറി. ഓർക്കണ്ട, ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ ജനാധിപത്യം എല്ലായിടത്തും ഒക്കെ പ്രശ്നം. പക്ഷേ ഇവിടുത്തെ പോലെ അത്ര വൃത്തിയുടെ ജനാധിപത്യമല്ല അമേരിക്കയിലൊക്കെ. അവിടെ ഒന്നാമത് ജനങ്ങൾ വളരെ കൾച്ചേർഡാണ്. ജനങ്ങൾ ഇവിടുത്തെ പോലെയുള്ള ആളുകളൊന്നും കഴുതകളും അല്ല. ഇവിടുത്തെ പോലെ എന്താ പറഞ്ഞാൽ യാതൊരു പൗരബോധവും ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടുത്തെ ഇന്ത്യയിൽ. വല്ലത് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരെ ഇവിടെയുള്ളൂ. അപ്പോൾ അമേരിക്കയിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ഓരോന്നായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ഈ പൊതുജനം എന്ന പേരിൽ അറിയപ്പെടുന്ന കഴുതകളുടെ കയ്യിൽ നിന്ന് വോട്ട് മേടിച്ചെടുക്കാൻ നടക്കുന്നു ഇവിടുത്തെ. അതാണ് ഇവിടുത്തെ ഇന്ത്യൻ ജനാധിപത്യം. അപ്പോൾ ഈ ഭരണം കിട്ടുന്നവരെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭരണം കിട്ടുന്നവരെ അവരൊന്ന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി നടക്കുകയാണ് പ്രതിപക്ഷം. അതാണ് ഇന്ത്യൻ ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി സമരവും സകല ബന്ധും ധാരണയും ഒന്നും പറ്റിയില്ലെങ്കിൽ അവസാനം അറ്റ കൈ ബന്ദ്. ഇപ്പം കുറച്ചാളായിട്ട് ബന്ധില്ലല്ലേ? എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. പണ്ട് ഇവിടെ ഒരു ദിവസം തന്നെ 2 പാർട്ടികളൊക്കെ ഏതായാലും പോട്ടെ. ഇപ്പം ബന്ധമില്ലാത്ത അത്ര ആശ്വാസം അത്. അപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമരങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര. ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞത് സമരങ്ങളാണ്. സമരം, അതായത് പണ്ട് കാലത്തൊക്കെ എന്താ പറഞ്ഞത്, പണ്ട് കാലത്തൊക്കെ ഈ ഭരണം പിടിക്കണം എങ്ങനെയായിരുന്നു? ഇപ്പോൾ രാജാവ് കിരീടം ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് മക്കൾ കുറേ ഉണ്ടാവില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇറങ്ങിയാണ് ഓരോ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ. അപ്പോൾ പിടിച്ചെടുത്തുകൊണ്ട് വന്നവരാണ് വില. ചിലരൊക്കെ പോയിട്ട് അവസാനം മറ്റേ രാജാവിൻ്റെ പേടിച്ചിട്ട് ഓടി വരും. അപ്പോൾ അവർക്കൊന്നും കിട്ടൂല. അപ്പോൾ ഇങ്ങനെ സമരം ചെയ്തിട്ട് ആണ് പണ്ടത്തെ കിരീടാവകാശമൊക്കെ മേടിച്ചിരുന്നത്. സമരമല്ല, യുദ്ധം ചെയ്തിട്ട്. ഇപ്പം ഇനി യുദ്ധം ചെയ്യാനില്ല ഇവിടെ യുദ്ധം ചെയ്യാൻ. അതായത് സമരം ചെയ്തിട്ട് കല്ലേറും ബഹളവും ഒക്കെ നടത്തി ലാത്തിച്ചാർജ് കൊണ്ടാപ്പോരാ. ലാത്തിച്ചാർജ് അത് ക്യാമറ വരുമ്പോൾ ക്യാമറയിൽ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ചോര വലിക്കുന്നതൊക്കെ ക്യാമറയിൽ കാണിച്ചാലേ ഉള്ളു അടുത്ത ഇലക്ഷനിൽ ഇവരെ സാധ്യതയുള്ളു. മനസ്സിലായി? ഇനി അടുത്ത പ്രശ്നം വെച്ചാൽ അക്രമ സമരങ്ങളായി നടക്കുന്ന യുവജനങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശാപം. അക്രമ സമരങ്ങളായിട്ട് നടക്കുന്ന യുവജനങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശാപം. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് അനന്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പുള്ളി ഇങ്ങോട്ട് വായിപ്പിക്കാം. 4ാമത്തെ വായിച്ചോട്ടോ. അക്രമ സമരങ്ങളുമായി നടക്കുന്ന യുവജനങ്ങളാണ്
ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശാപം. അത് പറഞ്ഞോ, അടുത്ത് വായിച്ചോ. പൊതുപ്രവർത്തകർക്ക് തലയ്ക്ക് വെളിവുണ്ടാകണമെന്നതല്ലാതെ മറ്റൊരു യോഗ്യതയും ആവശ്യമില്ല. ഞാൻ പറയാം. അതായത് ഇത് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു നേരത്തെ ഒരു കേരളത്തിൽ ഒരു മന്ത്രിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള, അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. ഈ പൊതുജനത്തിന് നേതാക്കന്മാർക്ക് ഈ തലക്ക് വെളിവുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു യോഗ്യതയും ആവശ്യമില്ല. അടുത്ത് വായിച്ചു. തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. തന്മൂലം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളല്ലാതെ ആരും വിജയിക്കുന്നില്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു വിലയുള്ളൂ, അല്ല വ്യക്തികൾക്കൊന്നും വലിയ വിലയൊന്നുമില്ല. വ്യക്തികളെ വിലയില്ലെന്നല്ല, പക്ഷേ ഇവിടെ ഏത് രാഷ്ട്രീയ, അതല്ലേ പണ്ട് നെഹ്റു പറഞ്ഞത്, കോൺഗ്രസ് ഏത് കുറ്റിച്ചൂരിൽ നിർത്തിയാലും ജയിക്കുമെന്ന്. അതായത് കോൺഗ്രസ് എന്നുള്ള പേര് മാത്രം മതി, കോൺഗ്രസ് എന്നുള്ള പേരുണ്ടെങ്കിൽ കുറ്റിച്ചൂരിലാണെങ്കിലും ജയിച്ചോളും. അതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇവിടെ സ്ഥാനം, അല്ല വ്യക്തികൾക്കൊന്നും സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ആരും രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ജയിക്കണില്ല, അല്ലാണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരും ജയിക്കണില്ല ഇവിടെ. അടുത്ത് വായിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം ഒരു വയറ്റിപ്പിഴപ്പായി മാറിയിരിക്കുന്നു. എല്ലാവർക്കും അറിയാം, നമുക്കത് ഒരു പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു MLA അല്ലെങ്കിൽ ഒരു MP സ്ഥാനം കിട്ടാൻ വേണ്ടി അവർ നടക്കണേ എന്തിനാ? ഒരു പ്രധാനമായിട്ട് നോക്കുന്ന ഒരു വരുമാന മാർഗമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് ഒരു വരുമാന മാർഗമായി. അത് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലാണ് ഈ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ വൈറ്റിപ്പഴപ്പ് രാഷ്ട്രീയമുള്ളത്. മറ്റു രാജ്യങ്ങളിൽ അമേരിക്കയിലും ഡെവലപ്ഡ് കൺട്രീസിലൊന്നും ഇങ്ങനെയുള്ള ഈ വൈറ്റിപ്പഴപ്പ് രാഷ്ട്രീയമില്ല. അവിടെയൊക്കെ സ്വന്തമായിട്ട് എല്ലാ കഴിവുള്ള സ്വന്തമായിട്ടുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഇതിൽ വരുന്നത്. അതുപോലെ ചെറുപ്പക്കാരൊന്നും അവിടെ, വളരെ ചെറുപ്പക്കാരൊന്നും അവിടെ രാഷ്ട്രീയത്തിൽ നിന്നും വരില്ല. ഇവിടെ എന്താണ്, ഇവിടെ കലാലയ രാഷ്ട്രീയത്തിൽ തല്ലും കൊണ്ട് നേരെ ഇലക്ഷനിലേക്ക് വരും. ഇപ്പം നമ്മുടെ കേരള മന്ത്രിസഭയിൽ തന്നെ ഈ പോലീസിൻ്റെ അടി കൊണ്ട് മന്ത്രിമാരായ 4-5 പേരുണ്ട്. അപ്പം അങ്ങനെ ചെറുപ്പക്കാരൊന്നും അമേരിക്കയിലും അങ്ങനെ രാജ്യങ്ങളിലൊന്നും ഇല്ല. അപ്പം ഇതാണ് വൈറ്റിപ്പഴപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അടുത്ത വായിച്ചു. തെരഞ്ഞെടുപ്പ് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയുള്ള ഒരു പ്രക്രിയയായി മാറിയിരിക്കുന്നു. അപ്പം അത് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇവിടെ ഏതാനും മാസത്തിന് ഇവിടെ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു. ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ എത്ര വിശാലമായി, എന്തോ ഒരു പ്രദേശം, അവിടെ എല്ലായിടത്തും കൊണ്ടുവന്ന് ഇത് ഒട്ടിക്കാനും ഫ്ലെക്സ് വെക്കാനും ഇതിനൊക്കെ എത്രയോ ചിലവാണ്. ഈ ചിലവ് ജയിക്കുന്ന ആൾക്ക് കുഴപ്പമില്ല, അയാൾ ജയിച്ചു, മാസം എല്ലാം 1 ലക്ഷം രൂപ ഏകദേശം അത്രയും കയ്യിൽ കിട്ടും. ഈ തോറ്റവൻ്റെ കാര്യം, തോറ്റ പാർട്ടിയാണ് മെയിനായിട്ട് മുടക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് വ്യക്തികളുടെയിലും കുറേ പൈസയൊക്കെ പോകും. ഈ മുടക്കിയത് മുഴുവൻ പോയി. അപ്പോൾ ഇതിനകത്തൊരു നമ്മുടെ സമ്മാനം കൊടുക്കും, സാധാരണ ഒരു പ്രോത്സാഹന സമ്മാനമൊക്കെ ഉണ്ട്. 1ാം സമ്മാനം 2ാം സമ്മാനം കഴിഞ്ഞ് ഇത് അതൊന്നും ഇല്ലല്ലോ, ഒരു സമ്മാനമുള്ളൂ. അപ്പോൾ അടുത്ത് വായിച്ചു. തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തലവേദനയാണ്. അതായത് ഈ ഇലക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ തലവേദന ഉദ്യോഗസ്ഥന്മാർക്ക്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെയൊക്കെ തലേദിവസം പോയി അവിടെ പോയി നിൽക്കണം. അവിടെ ഇത് ഓരോ തലേദിവസം രാവിലെ മുതൽ തുടങ്ങും ഈ അവരുടെ കഷ്ടപ്പാട്. ഇത് പോയി ഇലക്ഷൻ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി അവരുടെ ട്രാൻസ്പോർട്ട് ബസ്സാർക്ക് എല്ലാത്തിനും കയറ്റി അവിടെ കൊണ്ട് ഇറക്കി. പിന്നെ അടുത്ത ദിവസം രാവിലെ തയ്യാറായിരിക്കണം. അടുത്ത ദിവസം രാവിലെ ഇത് 7 മണിക്കാണ് തോന്നുന്നത്, 7 മണിക്കല്ലേ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യണേ? അതെ, അത് രാവിലെ തന്നെ സ്റ്റാർട്ട്. ആ നേരത്തെ ഇവരെല്ലാം അവരുടെ കുളിയും അവരുടെ പ്രഭാത കർത്തവ്യങ്ങളൊക്കെ നടക്കുകയല്ലേ, 7 മണിക്ക് റെഡി ആയിക്കോണം. പിന്നെ വൈകുന്നേരം 7 മണിക്കാണ് തീരുന്നത്. അതുവരെ അവർക്ക് കഷ്ടപ്പാടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇലക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ആരും വേണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെട്ടു പോകണമെന്നും അല്ല, പക്ഷേ നിവൃത്തിയില്ല. അടുത്ത് വായിച്ചു. പൊതുപ്രവർത്തകർ എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയിലാണ്. ഓരോ 5 വർഷം കൂടുന്തോറും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചാലേ MLAയോ MPയോ ആയി തുടരാനാവും. അല്ല, അത് വാസ്തവം പറഞ്ഞാൽ ഒരു ഇലക്ഷനിൽ ഒരു MLA MP അവർ ഓരോ 5 കൊല്ലം കൂടുമ്പോൾ അവർക്ക് ജയിച്ച് വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രശ്നമാണ്. കാരണം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്ഥിരമായിട്ട് ജയിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഇപ്പം കഴിഞ്ഞോണം ജയിച്ചു, ഇപ്പം ഇത്തവണ രമ്യ ഹരിദാസ് തോറ്റു.
ആലത്തൂർ. അവർ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയായിരുന്നു, തോറ്റു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ കെ മുരളീധരൻ അദ്ദേഹം ജയിക്കുമെന്ന് വിചാരിച്ചാൽ തോറ്റു. അപ്പം ഈ ഇവർക്ക് എപ്പോഴും അരക്ഷിതാവസ്ഥയാണ് അല്ലേ. അവർ മനുഷ്യരല്ലേ, അവർക്കും കുടുംബവും ഒക്കെ ഉണ്ട്, അവർക്ക് ഭാര്യയും മക്കളും ഒക്കെ അല്ലെ, കുടുംബമുണ്ട് അവർക്ക്. കുടുംബം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിന്, പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് വേണ്ടി കുടുംബമൊക്കെ ഉപേക്ഷിച്ച് കല്യാണവും കഴിക്കാണ്ട് കിടന്ന ആളുകളൊക്കെയാണ്. അച്യുതാനന്ദൻ അതൊക്കെ അതിൽപ്പെട്ട. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഓരോ 5 കൊല്ലം കുടുംബം ജയിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊരു പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അടുത്ത വായിച്ചു. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രസംഗിച്ചു നടക്കുന്നതല്ലാതെ സ്ഥാനാർത്ഥിയുമായി സംവാദത്തിനുള്ള അവസരം വോട്ടർമാർക്ക് ലഭിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളിലൂടെ മിക്കവാറും ഓരോ സ്ഥലത്ത് ഒരു പ്രാവശ്യം വരുള്ളൂ. ഒരു വണ്ടിയിൽ മൈക്കൊക്കെ വെച്ച് വന്നിട്ട് അദ്ദേഹം പറയുന്നതല്ലാണ്ട് അദ്ദേഹത്തിനോട് തിരിച്ച് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കാനൊന്നും പറ്റില്ല. ചോദ്യം ചോദിച്ചാൽ തന്നെ അദ്ദേഹം ആരും, അവിടെ നേതാക്കന്മാരുണ്ടല്ലോ, അവരാരും ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയും അല്ലേ. കാരണം ചോദിച്ചാൽ അയാൾ ഉത്തരം മുട്ടും. അപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇലക്ഷൻ, ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇവർക്ക് ജനങ്ങളായിട്ടൊരു സംവദിക്കാനുള്ള അവസരം, അങ്ങോട്ട് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവണം. അടുത്ത വായിച്ചു. നിരവധി പേർ വോട്ടർ പട്ടികയിലില്ല. അത് വോട്ടർ പട്ടികയിൽ ഒരുപാട് പേരില്ല. ഞാൻ ഒരുപാട് നാൾ ഞാൻ ഈ പുസ്തകം എഴുതാൻ കാര്യം, എനിക്ക് വോട്ടിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ആ പുസ്തകം എഴുതാൻ്റെ കാര്യം, എനിക്കൊരു കുറേ ആളായിട്ട് വോട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചേരും, അതിൻ്റെ ഇതിനകത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കും. അതിനുവേണ്ടി നടക്കണം. ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ആരെങ്കിലും വിട്ടിട്ടുണ്ടാവും. അപ്പം ഇത് നമ്മുടെ ഇവിടുത്തെ വോട്ടർമാരിൽ ഒരുപാട് പേർക്ക് വോട്ടില്ല. അവരതിനുവേണ്ടി കുത്തിക്കയറി നടന്നാലും വോട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് സർക്കാർ നേരിട്ട് ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും വോട്ട് ഉണ്ടെന്ന് ഉറപ്പാക്കാനൊന്നും സർക്കാർ ശ്രമിക്കുന്നില്ല. അപ്പോൾ അതാണ് ഒത്തിരി പേര് വോട്ടിൽ ഇല്ലെന്ന് പറഞ്ഞു. അടുത്ത വായിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ട് നിരവധി പേർ വോട്ട് ചെയ്യാതിരിക്കുന്നു. ഇവിടെ അറിയാം. ഇപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ വോട്ടുള്ളവർ തന്നെ ഒരുപാട് പേര് വോട്ട് ചെയ്യുന്നില്ല. കാരണം ആളുകൾക്ക് വിശ്വാസമില്ല. കാരണം പ്രത്യേകിച്ച് ഒന്നും. പിന്നെ കുറേ ഈ പാവപ്പെട്ടവരൊക്കെ ചെന്ന്, ഈ രാഷ്ട്രീയക്കാരൊക്കെ ചെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നവും. പഞ്ചായത്തിൻ്റെ പദ്ധതിയൊന്നും കിട്ടൂല, റേഷൻ കാർഡ് കിട്ടൂല, മറ്റേത് കിട്ടില്ലെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഈ പാവങ്ങളൊക്കെയാണ് അധികം പോയി വോട്ട് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഒരുപാട് പേര് അവർക്കൊന്നും അറിയാം, വോട്ട് ചെയ്തില്ല ഒന്നുമില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ പോകുന്നില്ല. പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ലേ, പിന്നെ പോകണമെന്തിനാ? ആര് ഭരിച്ചാലും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നടക്കാൻ പോകില്ല. പിന്നെ വോട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത് വായിച്ചു. വോട്ടവകാശം നേടിയെടുക്കുക എന്നത് ഓരോ പൗരനും ചെയ്യേണ്ട ജോലിയാണ് എന്ന മട്ടിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ. ഇലക്ഷൻ കമ്മീഷന്റെ പരിപാടി ഇപ്പം എനിക്ക് വോട്ട് വേണമെങ്കിൽ ഞാൻ അതിനുവേണ്ടി നടക്കണം. ഞാനിപ്പോൾ ഓൺലൈൻ ഇതൊക്കെ ഉണ്ട്, അതിനുവേണ്ടിയൊക്കെ ഞാൻ ഓൺലൈൻ എന്ന് പറഞ്ഞപ്പോൾ ഓൺലൈൻ അറിയാൻ പറ്റാത്തവരെന്ത് ചെയ്യും? അപ്പം ഇത് ജനങ്ങൾക്ക് വോട്ട് അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണിത്. പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പണ്ട് കാലത്തൊക്കെ ഒരു ഇലക്ഷൻ എന്യൂമറേഷൻ നടക്കും, അതനുസരിച്ചുള്ള വോട്ടവകാശം കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഒരാൾക്ക് പ്രായപൂർത്തിയായെങ്കിൽ അയാൾ ഇതിൻ്റെ സൈറ്റിലൊക്കെ കയറി അതിൻ്റെ ചെയ്താൽ മാത്രമേ വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ വിചാരിക്കണം. നമ്മൾ അതായത് ഇലക്ഷൻ ജനങ്ങൾക്ക് വോട്ടവകാശം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ കടമയാണ്. അത് ജനങ്ങൾ വോട്ടവകാശം നേടുക എന്നുള്ളത് ഒരു പൗരൻ്റെ കടമയല്ല. വോട്ടവകാശം കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ കടമയാണ്. പക്ഷെ ഇവിടെ ചെയ്യണത് എന്താ? ഇവിടെ അതിനുവേണ്ടി കുത്തിക്കയറി നടന്നാൽ മാത്രമേ ഉള്ളൂ വോട്ടവകാശം കിട്ടുള്ളൂ. അടുത്ത് വായിച്ചു. തെരഞ്ഞെടുപ്പിൽ നിരവധി ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകുന്നു. ബൂത്ത് കയ്യേറ്റവും കള്ളവോട്ടും നടക്കുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ ജയിക്കുക, അല്ലാണ്ട് അതിനകത്തുള്ള ശരിയും തെറ്റൊന്നും ഇവിടെ ആരും നോക്കണില്ല. എങ്ങനെയും ജയിക്കുക, അതിന് കള്ളവോട്ടും എല്ലാം നമുക്കറിയാം, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അടുത്ത വായിച്ചു. കോളേജ് ക്യാമ്പസുകൾ രാഷ്ട്രീയ അതിപ്രസരം മൂലം കലാപവേദികളാണിന്ന്. നമുക്കറിയാം. കോളേജ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. കോളേജുകളിൽ ഇവരൊക്കെ നടക്കുന്നതിനാ ഈ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്നത്? ഇവർക്ക് അടുത്ത ഇലക്ഷനിൽ വല്ല ഒരു MLA സ്ഥാനോ ഒരു MP സ്ഥാനോ ഒക്കെ കിട്ടണം.
അവിടെ ഒതുങ്ങൂല. അത് കഴിയുമ്പോൾ ഇവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. ഇങ്ങനെ ഈ കലാലയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടുക എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഇന്നിപ്പോൾ ഇത് പറഞ്ഞും ഇവിടെ നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള പ്രശ്നങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം.